ഞാൻ ഇപ്പം നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. ഞാൻ ഈ റോഡിൽ കയറിയ കേരളമായി കേട്ടോ. ഈ റോഡ് കേരളവും ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് തമിഴ്നാടുമാണ്. നമുക്ക് കളിയിക്കവിളയിൽ ഈ ഒരു റോഡ് സൈഡിൽ നമ്മുടെ ശ്രീകാളീശ്വരി തിയേറ്ററിലേക്ക് അടുത്തായിട്ട് കാണുന്ന SMB കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ തിയേറ്ററിൻ്റെ അടുത്താണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ വരുമ്പോൾ വലതുവശത്തായിട്ട് നമുക്ക് ഒരു 11.5 സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിലൊരു വീടും കടയോടുകൂടി, അതായത് ഒരു ഫ്രണ്ടിലൊരു 2 മുറി, മേളത്തെ നിലയിലൊരു 3 മുറി, അങ്ങനെയുള്ള കടയോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലം വിൽപ്പനയ്ക്കുണ്ട്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ്. നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. തിയേറ്റർ കഴിഞ്ഞ് നിങ്ങളൊന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ വലതുവശത്തായിട്ട് ആരോൺ എന്ന് പറഞ്ഞൊരു ബേക്കറി കാണാൻ സാധിക്കും. ആ ഇരിക്കുന്ന ഷോപ്പിൻ ആ മുൻവശത്തുള്ള ഷോപ്പും അതിൻ്റെ പിൻവശത്തായിട്ട് വീടോട് കൂടിയാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം. നമുക്കിതാ ഈ റോഡ് ഏകദേശം 3/4 കിലോമീറ്റർ പോകുമ്പോൾ കളിയിക്കുള്ള ജംഗ്ഷനിലേക്ക് എത്തും. അതുപോലെ തന്നെ ഒരു 200 മീറ്റർ പോയാൽ കോഴിവിള ജംഗ്ഷനിലേക്ക് എത്തും. ഈ റൂട്ട് അങ്ങോട്ടേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബൈപ്പാസിൽ കയറാം. ഏകദേശം 2 കിലോമീറ്ററാണ് ബൈപ്പാസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്കിതാ മുൻവശത്ത് ഇങ്ങനെ 2 കടമുറിയും അതിൻ്റെ നടുവിലുള്ളത് ഈ ഒരു പാസേജിലൂടെയാണ് നമുക്ക് വീട്ടിലേക്കുള്ള എൻട്രി. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കാർ പോർച്ചും അവിടെ ഈ കാറ് പാർക്ക് ചെയ്ത് നമുക്ക് വീട്ടിലേക്ക് എൻട്രി ചെയ്യാം. പിൻവശത്തായിട്ടാണ് വീട് വരുന്നത്. അതുപോലെ മേളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കടമുറി കാണാൻ പറ്റും. അതിപ്പോൾ ഒറ്റ ഹാളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ഷട്ടറാണ്. നമുക്കത് 3ആയിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാവുന്നതാണ്. നമുക്കത് ഫുൾ ടൈം ബസ്സുള്ള റൂട്ടാണ് കേട്ടോ. അത് നല്ലൊരു ട്രാഫിക് എല്ലാം ഉള്ള റൂട്ടാണ്. നമുക്കിവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്, പാറശാല റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. ഈ വഴിയെ പോയി കഴിഞ്ഞാൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കും പോകാവുന്നതാണ്. അകത്തേക്കും ഈ 2 വശങ്ങളിലായിട്ട് കടയാണ്. നമുക്കിപ്പോൾ ഇതൊരു ബേക്കറിയും ജ്യൂസ് കൗണ്ടറുമായിട്ടാണ് ഇപ്പം നമുക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കാർ പോർച്ച് ഉണ്ട്. ചെറുതല്ല, നമുക്ക് അത്യാവശ്യം വലിയൊരു വണ്ടി തന്നെ നിൽക്കും. ഈ നടുവിലൂടെയാണ് ഇതിലേക്കുള്ള വഴി വരുന്നത്. നേരെ പിൻവശത്തേക്ക് വരുമ്പോൾ നമുക്ക് വീടാണ്. വീടും കടയായിട്ട് ശരിക്കും ചേർന്നിട്ടല്ല, സെപ്പറേറ്റ് കെട്ടറുമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ വീട് വന്നിട്ട് ഏകദേശം ഒരു 23 വർഷം പഴക്കമുള്ളതാണ്. പക്ഷേ ഇഷ്ടികയിലുള്ള വീടാണ്. നമുക്ക് ഒന്ന് റെനോവേറ്റ് ചെയ്താൽ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നതാണ്. ടോട്ടലായിട്ട് 4 ബെഡ്റൂം വരുന്ന വീടാണ്. ഏകദേശം 2000 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തിട്ടാണ് നമുക്ക് ഇതിൻ്റെ വിസ്തൃതി വരുന്നത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ഫുള്ളായിട്ടൊരു വിഷ്വൽ കാണിക്കുന്നില്ല, കാരണം ഇത്തിരി പഴയ വീടാണ്. നമുക്ക് അതിനകത്ത് അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടീഷനിലാണുള്ളത്. പിൻവശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും നല്ല വലിയൊരു മുറ്റമുണ്ട്. കണ്ടോ, ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്ന നമുക്കൊരു മുറ്റമുള്ള, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിൻവശത്തേക്ക് ഇനി ഒരു വീട് വെക്കാൻ പറ്റും. അതിലേക്കുള്ള വഴി സെപ്പറേറ്റും കിട്ടുന്നുണ്ടാവും. നമുക്ക് കാറ് വരുന്ന വഴി വേറെയും ഉണ്ട്. ഇങ്ങനെ വിശാലമായിട്ടുള്ള ഒരു മുറ്റം പിൻവശത്തേക്ക് നമുക്ക് വീണ്ടും കിട്ടുന്നുണ്ടാവും. നമുക്ക് ഇവിടെ ഒത്തിരി സാധനങ്ങൾ കിടക്കുന്നത് മെയിനായിട്ട് ബേക്കറി അതിൻ്റെയൊക്കെ കാര്യങ്ങളാണ് ഇവിടെ കൊണ്ടിട്ടിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് പിൻവശത്തേക്കുള്ള വഴിയാണ് കേട്ടോ. അതൊരു സൈഡിലൂടെ ഒരു ചെറിയൊരു വഴിയും നമുക്ക് അതിൻ്റെ പിൻവശത്തൂടെ നമുക്ക് ടിപ്പർ വരുന്നൊരു വഴിയും നമുക്ക് ഈ പ്ലോട്ടിലേക്ക് കണക്ടിവിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മതിലൊന്ന് പൊളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് എൻട്രി ഇടാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് 11.5 സെൻറ്റാണ് വരുന്നത്. ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ ഡീലാണ്. നിങ്ങൾക്ക് വേറെ കമ്മീഷനോ കാര്യങ്ങളോ അങ്ങനെയുള്ളതിനെ പറ്റി ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. നേരിട്ട് പുള്ളിയായിട്ട് തന്നെ ഡീൽ ചെയ്യാം. ഇതിന് ഉദ്ദേശിക്കുന്ന വില 1 സെൻറ്റിന് 16 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കേട്ടോ. നിങ്ങൾക്ക് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളും അന്വേഷിച്ചാൽ മനസ്സിലാവും. നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കോഴിയുള്ള ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ സെൻറ്റിന് ഇപ്പോൾ 40 ലക്ഷം രൂപയാണ്. ഇത് ആ ഒരു ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ഏകദേശം ഒരു 200 മീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. നമുക്കിവിടെയുള്ള കടയ്ക്കോ അല്ലെങ്കിൽ ഇരിക്കുന്ന കെട്ടിടത്തിനോ ഒന്നിനും വില ഇട്ടിട്ടില്ല കേട്ടോ. സ്ഥലത്തിന് മാത്രമാണ് വില ഇട്ടിട്ടുള്ളത്. ഇതിന് ചുറ്റോട്ടുള്ള റേറ്റ് നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാവും. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില 16 ലക്ഷം രൂപയാണ്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും.